തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടൻ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത. സുപ്രധാന പദവികളിൽ ഉൾപ്പെടെ മാറ്റത്തിന് സാധ്യതയുണ്ട്. പോലീസിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മാറ്റം. ഇവരുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണിക്കുള്ളൊരു സാധ്യത. അത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടൻ നിലവിൽ വരാനാണോ സാധ്യതയും? സുരേഷ്, പ്രധാനമായും സംസ്ഥാന പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗുണ്ടകളുടെ അഴിഞ്ഞാട്ട സംസ്ഥാനത്ത് തുടരുകയാണ്. തലസ്ഥാന ജില്ലയിൽ പോലും ഗുണ്ടകളുടെ അതിക്രമം തുടരുന്നു. ഇത് തടയാൻ പോലീസിന് കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമാണ്. പ്രത്യേകിച്ചും ഈ കൊലപാതക കേസുകളിൽ പ്രതികളായവർ പോലും പിന്നീട് പുറത്തിറങ്ങിയിട്ട് വീണ്ടും കൊലപാതകം ചെയ്യുന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചില കാര്യങ്ങൾ അടുത്തിടെ സംഭവിച്ചിരുന്നു. പ്രധാനമായും ഡിവൈഎസ്പി ഗുണ്ട ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത സംഭവം സംസ്ഥാന പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇന്റലിജൻസ് പലതവണ റിപ്പോർട്ടുകൾ നൽകിയതാണ്. എന്നാൽ ഒരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നില്ല. ഈ രീതിയിൽ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ശക്തമാകുമ്പോഴാണ് സംസ്ഥാന പോലീസിൽ അഴിച്ചുപണിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിൽ അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് സൂചന. ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മാറ്റുന്നതിനെ കുറിച്ചാണ് നിലവിൽ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെയുള്ളവരെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ആഭ്യന്തര വകുപ്പ് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPയും അതുപോലെ തന്നെ ഇന്റലിജൻസ് മേധാവിയും ഉൾപ്പെടെ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിലും അതുപോലെ തന്നെ മറ്റ് പല ഉന്നത തസ്തികകളിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ രീതിയിൽ സമഗ്രമായ ഒരു അഴിച്ചുപണി പോലീസ് തലപ്പത്ത് ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് സർക്കാരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാലുടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഡിവൈഎസ്പിമാർ വരെയുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു. ഇവരെയും തിരികെ പ്രധാന തസ്തികകളിലേക്ക് നിയമിക്കണം. ഇക്കാര്യത്തിലും ഉടൻ തന്നെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ സമഗ്രമായ ഒരു അഴിച്ചുപണി സംസ്ഥാന പോലീസിൽ ഉണ്ടാകാൻ എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പോലീസ് സേനയ്ക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല. മാത്രമല്ല, തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. അവിടെ കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ആ പ്രശ്നം വഷളാക്കിയത് പോലീസ് തന്നെയാണ് എന്ന വിലയിരുത്തലാണ് നിലവിൽ. ആ ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് പോലീസിന് കേൾക്കേണ്ടി വന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ ആ ഒരു സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച, പോലീസിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം ഉണ്ടാകുന്നു. പിന്നീട് തൃശ്ശൂർ പൂരത്തിൻ്റെയും ചില ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം രാജു പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം, ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ടവർ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള അരുംകൊല നടത്തുന്നു. കൊച്ചിയിലടക്കം ലഹരി മാഫിയും ഗുണ്ടാ മാഫിയും വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. ഗുണ്ടാ തലവൻ്റെ വീട്ടിൽ വിരുന്നിന് പോലും DYSP പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെയും വലിയ ഒരു അവമതിപ്പ് ആഭ്യന്തര വകുപ്പിന് ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. ഇപ്പോൾ നിലവിൽ അത് അഴിച്ചുപണി നടത്താൻ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപനം, വിധി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത, അല്ലേ? സുരേഷ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പെരുമാറ്റച്ചട്ടം അവസാനിച്ചാൽ ഉടൻ തന്നെ ഇത്തരം നടപടികളിലേക്ക് കടക്കും എന്നാണ്. കാരണം നേരത്തെ തന്നെ CPM-ലും ഇതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പോലീസ് സേനയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ സർക്കാരിന് തിരിച്ചടിയാകുന്നുണ്ട്. ഇത് എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകും. തൊട്ടു പിന്നാലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുകയാണ്. പോലീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ, അത് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ഇത് തടയാൻ പോലീസ് സേനയ്ക്ക് കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. മാത്രമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഈ ഗുണ്ടാ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഗുണ്ട ഒരുക്കിയ വിരുന്നിൽ ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ പങ്കെടുക്കുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും അതൊന്നും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് തലപ്പത്തിരിക്കുന്നവർക്കോ കഴിയുന്നില്ല എന്ന വിമർശനങ്ങളും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ക്രമസമാധാന ചുമതല ഉൾപ്പെടെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ ഇല്ല എന്നതാണ്. മാത്രമല്ല, ഈ നേരത്തെ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ഒരു വലിയ വിമർശനമുണ്ട്. കാരണം പ്രധാനപ്പെട്ട തസ്തികകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പരിചയം
പരിചയമില്ലാത്തവരാണ്. മാത്രമല്ല സർക്കാരിനൊപ്പം നിൽക്കാത്ത ഉദ്യോഗസ്ഥരെ അപ്രധാന തസ്തികകളിലേക്ക് മാറ്റി നിയമിക്കുന്നു. ഇത് വലിയ തിരിച്ചടി പോലീസിന് ഉണ്ടാക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ അതിനൊന്നും പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വളരെ ശക്തമായി തന്നെ സർക്കാരിനുള്ളിൽ മാത്രമല്ല CPM-ൽ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അഴിച്ചുപണിയിലേക്ക് കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ നടപടികളുമൊക്കെയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചാൽ ഉടൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ മാറ്റുന്നതിനെ കുറിച്ചാണ് പോലീസ് തലപ്പത്ത് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, ശരി, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടൻ തന്നെ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണിക്കാണ് സാധ്യത. സുപ്രധാന പദവികളിൽ ഉൾപ്പെടെ മാറ്റത്തിന് സാധ്യതയുണ്ട്. ആ രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.